മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പാപത്തെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പാപത്തിൻ്റെ ഒരു നിർവചനം നൽകുന്നതിൻ്റെ ഭാഗമായി ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ദൈവത്തെയും ദൈവിക പ്രബോധനങ്ങളെയും ദൈവിക സംവിധാനങ്ങളെയും ദൈവാനുഗ്രഹങ്ങളെയും നിഷേധിക്കുന്നതാണ് പാപം. അതിൻ്റെ രണ്ടാം ഭാഗമുണ്ട്, അത് പിന്നെ വരാം. അപ്പോൾ കഴിഞ്ഞ ധ്യാനത്തിൽ നമ്മൾ ദൈവിക പ്രബോധനങ്ങളെ, തിരുവചനങ്ങളെ നിഷേധിക്കുന്ന കാര്യം പറഞ്ഞു. ഈ തിരുവചനങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 103 പറയും, തിരുസഭ തിരുവചനത്തെ പരിശുദ്ധ കുർബാന എന്നതുപോലെ അതേ ആദരവോടെയാണ് സമീപിക്കുന്നത്. പരിശുദ്ധ കുർബാനയിലൂടെ ദൈവം നമുക്ക് കൃപ തരുന്നു, നമ്മെ അനുഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ വചനത്തിലൂടെയും ദൈവകൃപ അവിടുന്ന് നമ്മിലേക്ക് ഒഴുക്കുന്നുണ്ട് എന്ന് CCC കാറ്റഗിസ്റ്റ് ഓഫ് ദ കാത്തലിക് ചർച്ച്, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 103 പറഞ്ഞിട്ടുണ്ട്. 104 പറയുന്നു, പിതാവായ ദൈവം തിരുവചനത്തിലൂടെ തൻ്റെ മക്കളെ സന്ദർശിക്കുകയും അവരോട് സംസാരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുകയും നമ്മെ സന്ദർശിച്ച് നമ്മളെ സുഖപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും വഴി നടത്തുകയും ജ്ഞാനം പകരുകയൊക്കെ ചെയ്യുന്ന ഈ വചനത്തെ വളരെയേറെ സ്നേഹത്തോടെ, വിശ്വാസത്തോടെ, ആദരവോടെ, പൂജ്യതയോടെ നമ്മൾ സമീപിക്കണം. ഞാനിപ്പോൾ ഒരു പ്രായോഗിക കാര്യം പറയുകയാണേ, നിങ്ങളുടെയൊക്കെ വീട്ടിൽ നിങ്ങൾ ബൈബിൾ സൂക്ഷിച്ചിട്ടുണ്ട്, ബൈബിൾ ഒരിടത്ത് ഇരിപ്പുണ്ട്. ആ ബൈബിൾ ഗ്രന്ഥത്തിൻ്റെ, വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ മുകളിലായി മറ്റ് പുസ്തകങ്ങളും വസ്തുക്കളൊന്നും എടുത്ത് വെക്കരുത്. ഇപ്പോൾ കുരിശുരൂപാണ് കുഴപ്പമില്ല, മറ്റു വസ്തുക്കൾ ബൈബിളിൻ്റെ മുകളിലെടുത്ത് വെക്കരുത്. വചനത്തിൻ്റെ പരമപ്രധാനമായ ഒരു സ്ഥാനം നമ്മുടെ ഹൃദയത്തിൽ, ജീവിതത്തിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ബൈബിളിനോട് നമുക്കൊരു പ്രത്യേകമായ ബഹുമാനം വേണം, ആദരവ് വേണം. കാരണം അതിനുള്ളിലുള്ള ദൈവിക വെളിപാടിൻ്റെ കണ്ടൻറ്റ്, അതാണ് നമ്മുടെ ആത്മാവിൻ്റെ ഭക്ഷണമായി വരേണ്ടത്. ആ എഴുതപ്പെട്ട വചനങ്ങൾ, നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ട വചനങ്ങൾ, അതിൽ നമ്മൾ വായിച്ചു പോകുമ്പോൾ അത് നിരന്തരമായി വായിച്ചുകൊണ്ടിരിക്കുക. എപ്പോഴൊക്കെ സമയം കിട്ടും അപ്പോൾ ബൈബിൾ എടുത്ത് വായിക്കുക. പ്രത്യേകിച്ച് പുതിയ നിയമം, അതുപോലെ സങ്കീർത്തനങ്ങൾ, പ്രഭാഷകൻ്റെ പുസ്തകം, ജ്ഞാനത്തിൻ്റെ പുസ്തകം, സഭാപ്രസംഗൻ, അതൊക്കെ വായിച്ച് അതിനുശേഷം പിന്നീട് ആ ഹിസ്റ്റോറിക്കൽ ബുക്സിലേക്കും പോകാം. അതുപോലെ പ്രവാചകന്മാരുടെ പുസ്തകങ്ങൾ വായിക്കുക, അതിനുശേഷം ഹിസ്റ്റോറിക്കൽ ബുക്സിലേക്കും ഉൽപ്പത്തി പോലുള്ള മറ്റു പുസ്തകങ്ങളിലേക്കൊക്കെ പോകാം. പക്ഷേ പുതിയ നിയമം കൂടുതലായിട്ട് വായിക്കുക, സങ്കീർത്തനങ്ങൾ കൂടുതലായിട്ട് വായിക്കുക, അതിനുശേഷം പ്രഭാഷകൻ്റെ പുസ്തകം, അങ്ങനെ സുഭാഷിതങ്ങളൊക്കെ വായിച്ച ശേഷം പ്രവാചകന്മാരെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ, യെശയ്യ, ജെറമ്യ തുടങ്ങിയ പ്രവാചകന്മാരുടെ പുസ്തകങ്ങൾ വായിക്കുക. അത് കഴിഞ്ഞ് ഉൽപ്പത്തി മുതൽ വായിച്ചു വരാം. അങ്ങനെ വായിക്കുമ്പോൾ നമ്മുടെ ആത്മാവിൽ ചലനമുണ്ടാക്കുന്ന, ആത്മാവിൽ അഭിഷേകം പകരുന്ന ചില തിരുവചനങ്ങൾ, ദൈവം നമ്മോട് സംസാരിക്കുന്ന തിരുവചനങ്ങളായിട്ട് നമുക്ക് തന്നെ നമ്മുടെ ഉള്ളിൽ ബോധ്യപ്പെടും. അങ്ങനെ ഉണ്ടാകണമെങ്കിൽ വിശ്വാസത്തോടെ, ഏകാഗ്രതയോടെ, ആത്മാർത്ഥയോടെ വായിക്കണം. ചടങ്ങ് ആയിട്ട് എങ്ങനെയെങ്കിലും 10 മിനിറ്റ് വായിച്ചു എന്ന് വരുത്താൻ വേണ്ടി, അല്ലെങ്കിൽ അരമണിക്കൂർ വായിച്ചു എന്ന് വരുത്താൻ വേണ്ടി വെറുതെ ഓടിച്ചോടിച്ച് വായിച്ചു പോകരുത്. ഏകാഗ്രതയോടെ വായിക്കണം, മനസ്സിരുത്തി വായിക്കണം. അങ്ങനെ വായിച്ചു പോകുമ്പോൾ നമ്മുടെ മനസ്സിനോ ആത്മാവിനോ ഉണർവ് നൽകുന്ന, ജീവിതബന്ധിയായ, നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ആത്മീയ ശക്തി നമ്മിലേക്ക് ഒഴുക്കി തരുന്ന തിരുവചനങ്ങൾ കാണുമ്പോൾ ബൈബിളിൽ തന്നെ അണ്ടർലൈൻ ചെയ്യുന്നവർ, അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്യാവുന്നവർ അങ്ങനെ ചെയ്യുക. അത് ഒരു പുസ്തകത്തിൽ, ഒരു നോട്ട് ബുക്കിലോ ഒരു ഡയറിയിലോ എഴുതിയെടുക്കുക. എന്നിട്ട് ഈ വചനങ്ങൾ എഴുതിയെടുക്കുന്ന പുസ്തകം നോക്കിയിട്ട് നമ്മളിത് ഏറ്റുപറഞ്ഞ് മനഃപാഠമാക്കണം, ഹൃദിസ്ഥമാക്കണം. രണ്ടർത്ഥമുണ്ട്. ഒന്ന് മനഃപാഠമാക്കുക, അത് മനസ്സിൻ്റെ അകത്ത് നിറയ്ക്കുക എന്നർത്ഥം. ഇനി മലയാളത്തിൽ ഹൃദയസ്ഥമാക്കുക എന്ന് പറയുമ്പോൾ ഞാനതിന് വേറൊരു വ്യാഖ്യാനം കൊടുക്കുന്നു. ഹൃദയം എന്ന് ബൈബിളിൽ പറയുന്ന വാക്കിന് നമ്മുടെ മനസ്സെന്നർത്ഥമുള്ള ചില സ്ഥലങ്ങളിൽ വ്യാഖ്യാനമുണ്ടെങ്കിലും ഹൃദയം എന്ന് പറയുമ്പോൾ ആത്മാവെന്നാണ് അർത്ഥം. ഹൃദയം കഠിനമാക്കി എന്ന് പറയുമ്പോൾ മനസ്സിൻ്റെ വൈകല്യം മൂലം ഉണ്ടാകുന്ന ഒരു ദുരന്തമാണത്. മനസ്സ് അന്ധമാകുന്നു, അതിന് ഫലമായി ആത്മാവിൽ ഇരുട്ട് കയറുന്നതാണ് ഹൃദയം കഠിനമാക്കിയൊരവസ്ഥ. ഇവിടെ മനഃപാഠമാക്കുക എന്ന് പറയുമ്പോൾ മെമ്മറി പവർ ഉള്ളവർക്ക് പെട്ടെന്ന് മനഃപാഠമാക്കാൻ പറ്റും. പക്ഷേ ഹൃദയസ്ഥമാക്കുക എന്ന് പറയുമ്പോൾ ഈ വചനം നമ്മുടെ ആത്മാവിൻ്റെ ഭക്ഷണമായി നമ്മൾ മാറ്റിക്കൊണ്ട് വേണം. അതിൽ പറഞ്ഞിരിക്കുന്ന തിരുവചനത്തിൻ്റെ ജീവൻ നമ്മിലേക്ക് വരണം. വചനത്തിന് സന്ദേശമുണ്ട്, മെസ്സേജ്.
പോരാ. വചനത്തിന് ശക്തിയുണ്ട്, പവറുണ്ട്. 3, വചനത്തിന് ജീവനുണ്ട്. 4, വചനത്തിൽ പ്രകാശമുണ്ട്. അതുകൊണ്ടാണ് വചനങ്ങളുടെ ചുരുള് നിവറുമ്പോൾ പ്രകാശം പരക്കുന്നു എന്ന് സങ്കീർത്തനം 119:71 പറഞ്ഞിരിക്കുന്നത്. വചനം ഇരുട്ട് മാറ്റുന്ന, പ്രകാശം പരത്തുന്ന, പ്രകാശശക്തിയുള്ള തിരുവചനങ്ങളാണ്. പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ അധരങ്ങളിൽ പുറപ്പെട്ടിരിക്കുന്ന വചനങ്ങളാണെങ്കിൽ അതിന് പ്രത്യേകമായൊരു ശക്തിയുണ്ട്. ആ വചനത്തിൻ്റെ വ്യാഖ്യാനങ്ങൾക്കും അതിൻ്റേതായ ശക്തിയുണ്ട്. അപ്പോൾ ആ വചനം നമ്മുടെ ഹൃദയത്തിൻ്റെ ഭക്ഷണമായിട്ട് മാറുമ്പോൾ ദൈവിക ശക്തി നമ്മിലേക്ക് വരും. മാത്രമല്ല, ദൈവിക വെളിപാട് നമ്മിലേക്ക് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ജീവൻ, അവിടുത്തെ ശക്തി, അവിടുത്തെ പ്രകാശം നമ്മുടെ ഉള്ളിൽ നിറയും. അതുകൊണ്ടാണ് ധ്യാനത്തിൽ വചനം കേട്ട് കഴിയുമ്പോൾ അനേകം പേർക്ക് മാനസാന്തരം ഉണ്ടാകുന്നത്. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പലരുടെയും ജീവിതത്തിൽ പരിവർത്തനമുണ്ടാകുന്നത്. വചനം ഒരാൾ വ്യാഖ്യാനിച്ചു തരുമ്പോൾ, ഉദാഹരണസഹിതം വിശദീകരിച്ചു തരുമ്പോൾ വചനത്തിൻ്റെ ജീവൻ നമ്മുടെ ഉള്ളിലേക്കും മനസ്സിലേക്കും ബുദ്ധിയിലേക്കും ആത്മാവിലേക്കും കടന്നു വരുമ്പോൾ ബുദ്ധി പ്രകാശിതമാകും, മനസ്സ് നവീകരിക്കപ്പെടും, ആത്മാവ് അഭിഷേകത്താൽ ജ്വലിക്കും. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നൊരു കാര്യം, അതികഠിനമായ പാപാവസ്ഥയിൽ കഴിയുന്ന ഒരാളെ ഒരപകടത്തിൽപ്പെട്ടു. ആ അപകടത്തിൻ്റെ സമയത്ത് രക്തപരിശോധനയിൽ അദ്ദേഹത്തിന് മാരകമായ രോഗമുണ്ടെന്ന് കണ്ടെത്തി. അദ്ദേഹത്തിനൊട്ടും വിശ്വാസമില്ല. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിച്ച് കൊലപാതകത്തിൽ പങ്കാളിയായി തീർന്നയാളാണ്. അതുപോലെ തന്നെ മറ്റ് പലതരത്തിലുള്ള പാപങ്ങളുടെ അടിമയാണ്. ദൈവവിശ്വാസം ഒട്ടുമില്ല. ദൈവനിഷേധകരുടെ വലിയൊരു നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഭാര്യയും ബന്ധുക്കളും എല്ലാവരും കൂടെ മുരുകുരു ഡിവൈന് കൊണ്ടുവന്നു. വളരെ അഹങ്കാരവും തർക്കുത്തരവും ധിക്കാരവും യാതൊരു മാന്യതയില്ലാത്ത പെരുമാറ്റവും നടത്തുന്നു അയാൾ എൻ്റെ മുമ്പിൽ. പക്ഷേ ഞാനൊന്നും മൈൻഡ് ചെയ്തില്ല. അദ്ദേഹത്തിന് വചനത്തിലൂടെ വെളിച്ചം കിട്ടാൻ വേണ്ടി ഞാൻ അദ്ദേഹം പറഞ്ഞൊക്കെ കേട്ട് അദ്ദേഹത്തിന് സൗകര്യമുള്ള മുറിയൊക്കെ ഒരുക്കി കൊടുത്തു. അപ്പോൾ അദ്ദേഹത്തിന് AC മുറി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ AC മുറി ഒരുക്കി കൊടുത്തു. അതിന് AC മുറി ഉണ്ടായിരുന്നു ആ സമയത്ത് ഒഴിവ്. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് ഭക്ഷണം സാധാരണക്കാരുടെ കൂടെ കഴിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ അച്ഛന്മാരുടെ ഒട്ടുമുറി ഭക്ഷണം കഴിക്കാൻ സൗകര്യം കൊടുത്തു. അതൊക്കെ ദൈവികമായ ഒരു പ്രത്യേകമായ മാർഗ്ഗനിർദ്ദേശം എനിക്ക് കിട്ടിയതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. അയാൾ 4-ാം ദിവസം മുതൽ പിന്നെ ഊട്ടുമുറിയിലേക്ക്, അച്ഛന്മാരുടെ ഊട്ടുമുറിയിലേക്ക് വരുന്നില്ല. ജനങ്ങളുടെ കൂടെ ലൈൻ നിന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നു. വെള്ളിയാഴ്ച അയാൾ എൻ്റെ അടുത്ത് വന്നു. അദ്ദേഹത്തെ കൗൺസിലിങ്ങിനായിട്ട് പറഞ്ഞു വിട്ടത് ഒരു പ്രായമായ, അടുത്ത കാലത്തല്ല, ഒരു 10-20 വർഷം മുമ്പ് മറ്റൊരു മതത്തിൽ നിന്ന് യേശുവിലേക്ക് വന്ന ഒരു വിദ്യാഭ്യാസം ഒട്ടുമില്ലാത്തൊരു സ്ത്രീയുടെ അടുത്തേക്കാണ് കൗൺസിലിങ്ങിന് ഈ പ്രേക്ഷിതർ വിട്ടത്. അദ്ദേഹം അത് മതിയെന്ന് പറഞ്ഞു. അങ്ങനെ പോയി. 2-ാം ദിവസം മുതൽ അങ്ങനെയുള്ള മാനസാന്തരത്തിലേക്ക് വന്നു. ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയാണെന്ന് തോന്നുന്നു കൗൺസിലിങ്ങിന് പോയപ്പോൾ. ഏതായിരുന്നാലും ആ വചനം അദ്ദേഹത്തെ, അല്ലെങ്കിൽ ആ 2-3 ദിവസത്തെ വചന ശ്രവണത്തിലൂടെ അയാൾ എളിമപ്പെട്ടു. ആ എളിമപ്പെടലിലൂടെ അദ്ദേഹത്തിന് വലിയൊരു മാനസാന്തരം ഉണ്ടായി. ആ സ്ത്രീയിലൂടെ വിദ്യാഭ്യാസമില്ലാത്ത നിരക്ഷരകുഷിയായ മറ്റൊരു മതത്തിൽ ഇങ്ങോട്ട് വന്ന ഇയാൾ ചോദിച്ചു, നിങ്ങളുടെ പേരെന്താണ്? പേര് ചോദിച്ചപ്പോൾ എവിടെയാണ് വീട്? അപ്പോൾ പറഞ്ഞു, ഞാൻ ഇങ്ങനെയൊക്കെയാണ്, ഞാനൊരു വിജാതീയ സ്ത്രീയായിരുന്നു, യേശുവിൻ്റെ സ്നേഹം അറിഞ്ഞ് യേശുവിലേക്ക് വന്നു, ഞാനിപ്പോൾ യേശുവിൻ്റെ സുവിശേഷം കൗൺസിലിങ്ങിലൂടെ നൽകിക്കൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞു. 70 വയസ്സായ സ്ത്രീയാണ്. വിദ്യാഭ്യാസം ഒട്ടുമില്ല, ആകാര ഭംഗിയില്ല, ഇതൊന്നുമില്ലെങ്കിലും ആത്മാവിൽ തീയുള്ള വിശുദ്ധിയായ ഒരു സ്ത്രീയാണ്. അവരിലൂടെ ദൈവവചനം കേട്ട ഈ മനുഷ്യൻ, വചനത്തിൻ്റെ വ്യാഖ്യാനം കേട്ട മനുഷ്യൻ കരഞ്ഞു. അന്നാണ് അയാൾ പോയി കുമ്പസാരിച്ചത്. കുമ്പസാരിച്ച് കഴിഞ്ഞതിന് ശേഷം വെള്ളിയാഴ്ച എന്നോട് പറഞ്ഞു, എനിക്ക് കുറച്ചു കാലം അടുപ്പിച്ചിരുന്ന വചനം കേൾക്കണം. കാരണം ആരംഭത്തിൽ ഞാൻ ഞായറാഴ്ച വൈകുന്നേരം അച്ഛൻ ക്ലാസ്സിന് കയറിയപ്പോൾ രോഗശാന്തി കണ്ടപ്പോൾ തന്നെ എൻ്റെ ഉള്ളിലൊരു ഒരു ചലനം ഉണ്ടായി. അതെങ്ങനെ ഇങ്ങനെ സംഭവിക്കുക? കാരണം ഞാൻ നേരിട്ട് ഒരാളോട് ഇപ്പോൾ ചോദിച്ചു, നിങ്ങൾക്ക് എന്തായിരുന്നു രോഗം? അപ്പോൾ ഇന്നതായിരുന്നു രോഗം. പക്ഷേ ഇപ്പോൾ അത് മാറി, എനിക്ക് പൂർണ്ണമായിട്ടും സൗഖ്യം കിട്ടി, 25 വർഷമായിട്ട് വേദനയായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിനൊരു സംശയം, ഇതെന്താണ് ഈ കാണുന്നത്? ഇത് വല്ല മനഃശാസ്ത്രത്തിൻ്റെ കളിയാണോ, അല്ലെങ്കിൽ മെസ്മറിസമാണോ, എന്തെങ്കിലുമൊക്കെയാണോ എന്ന് വിചാരിച്ചു. പക്ഷേ അടുത്ത ദിവസം വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തരുടെ വചന പ്രസംഗത്തിലൂടെയും, പ്രത്യേകിച്ച് അദ്ദേഹം എന്നോട് പറഞ്ഞൊരു മുമ്പ് പട്ടാളക്കാരെന്ന ബ്രദർ പാപ്പച്ചൻ പള്ളത്ത്, അദ്ദേഹത്തിൻ്റെ വചന പ്രഘോഷണ അവസരത്തിൽ വലിയൊരു സ്പർശനം അയാൾക്ക് കിട്ടി. അങ്ങനെ അനുതാപത്തോടു കൂടി കൗൺസിലിംഗ് കഴിഞ്ഞതിന് ശേഷം അടുത്ത ദിവസം രാവിലെ സമയമെടുത്ത് കുമ്പസാരിച്ചു. വചനം ഇരുതല മൂർച്ചയുള്ള വാളാണ്.
വചനം പാറയെ തകർക്കുന്ന കൂടമാണ്. വചനം അഗ്നിയാണ്. അത് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തി. അതോടുകൂടി ആ വ്യക്തി മാനസാന്തരപ്പെട്ടു. 2-3 ആഴ്ചയുടെ ധ്യാനം കൂടി. ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് വീണ്ടും തിരിച്ചു വരും. അവസാനത്തെ ആഴ്ച ഒറ്റയ്ക്കാണ് വന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം വീട്ടിൽ പോയിരുന്ന സമ്പൂർണ്ണ ബൈബിൾ മുഴുവനും വായിച്ചു. ഏതാണ്ട് 1 വർഷക്കാലം രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ഉപേക്ഷിച്ചു. ചികിത്സയ്ക്ക് അദ്ദേഹം പോയിക്കൊണ്ടിരുന്നെങ്കിലും രോഗിയാണ്. കാര്യമായിട്ട് രോഗമുണ്ട്. രക്താർബുദമാണ്, ബ്ലഡ് ക്യാൻസർ. അദ്ദേഹം പിന്നീട് എന്നെ കാണുന്നത്, ഞാൻ എറണാകുളത്ത് ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ലിസ് ഹോസ്പിറ്റലിൽ പോയപ്പം അദ്ദേഹം അവിടെ വന്നിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ഡോക്ടർമാർ പറയുന്നു നിങ്ങൾ പണ്ടേ മരിക്കേണ്ടതാണ്, പക്ഷേ നിങ്ങൾക്കിപ്പോൾ രോഗം നിങ്ങളിൽ ഇല്ലെന്നാണ് ഞങ്ങൾ കാണുന്നത്. പക്ഷേ ഹൈഡിങ് പീരീഡ് ആയിരിക്കാം, നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെട്ട് വന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാനിപ്പോൾ എൻ്റെ രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല, എൻ്റെ ആത്മാവ് സുഖം പ്രാപിച്ചു, അത് മതി. പ്രിയപ്പെട്ടവരെ, വചനത്തിന് ഈ ശക്തിയുണ്ട്. വചനം നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തും. നമുക്ക് വചനത്തെ വിശ്വാസത്തോടെ വലിയ സ്നേഹത്തോടെ സമീപിക്കാം. കർത്താവെ, വചനത്തിലൂടെ അങ്ങ് ഞങ്ങളിൽ വരികയും ഞങ്ങളെ സന്ദർശിക്കുകയും ഞങ്ങളോട് സംസാരിക്കുകയും ഞങ്ങളെ സ്പർശിക്കുകയും ഞങ്ങളെ സുഖപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ആ വചനത്തിലൂടെയുള്ള ജീവൻ പ്രാപിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.